രണ്ട് മരണങ്ങൾ കുടുംബത്തിൽ നടക്കുകയാണ്. ആദരവായ പ്രവാചകർ വല്ലാതെ വിഷമിക്കുകയാണ്, ദുഃഖിച്ച് നിലകൊള്ളുകയാണ്. ഒരു വർഷത്തോളം വ്യസനിച്ച് ദുഃഖിച്ച് നിലകൊണ്ടതായ പ്രവാചകർക്ക് അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷത്തിന്റെ യാത്ര. തൊട്ടടുത്ത വർഷം പരിശുദ്ധമായ റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്ക് കൊണ്ടുപോയാണ്. കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകർക്ക് ഇനി കാണാനുള്ളത് അല്ലാഹുവിനെ മാത്രമാണ്. ബാക്കിയുള്ള സർവ്വതും ആ പ്രവാചകന്റെ താഴത്തെ തട്ടിൽ നിലകൊള്ളുന്ന വസ്തുക്കളാണ്. മുകളിൽ നിലകൊള്ളുന്ന പടച്ച റബ്ബിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ, തന്റെ മുകളിൽ നിലകൊള്ളുന്ന അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ആദരവായ പ്രവാചകരോട് പറയുന്നു, നബിയേ തങ്ങളൊന്ന് തവാഫ് ചെയ്യോ റസൂലേ. ഹബീബായ നബി തങ്ങൾ സന്തോഷത്തോടുകൂടി പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതാ പവിത്രമാക്കപ്പെട്ടതായ ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവരപ്പെടുകയാ. എന്നോട് പറഞ്ഞു, ഇർകബ് യാ മുഹമ്മദോ, മുഹമ്മദേ കയറൂ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ബുറാഖ് എന്ന വാഹനത്തിലേക്ക് കയറുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്. ഇമാം ബുഖാരി ഓർമ്മപ്പെടുത്തുകയാണ്, വഹിയ ദാബത്തുൻ അബിയളു ഫൗഖൽ ഹിമാർ വദൂനൽ ബഗ്ലി. വെളുത്ത നിറത്തിലുള്ളതായ മൃഗമാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമാണ് ബുറാഖ് എന്ന വാഹനം. തവീലുൻ, നീളമുള്ളതായ മൃഗമാണ്. പഠിച്ചു വെക്കണേ, കാലാമ്പൂരിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദരങ്ങളെ, യുവതികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ആദരവായ പ്രവാചകന് നൽകപ്പെട്ടതായ ബുറാഖ് എന്ന വാഹനത്തെ കുറിച്ച്